ഐശ്വര്യമായിട്ട് മുറിച്ചാട്ടെ. അതാണ് ശരി. പണ്ട് കാലങ്ങളിലാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉള്ളത്. പ്ലാവിൽ കയറുക, ചക്ക കെട്ടുക, ആ കാലമൊക്കെ പോയി അല്ലേ? അതെ. അതാ നമ്മളെ ചക്ക ഇങ്ങനെ മുറിച്ച് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. പിടിച്ചിട്ടുണ്ട്. അതെല്ലേ, നല്ല വലിപ്പമുള്ള അടിപൊളി ചക്ക. നമ്മളിപ്പോൾ ഇത് കൂടുതൽ വളരാത്ത രീതിയിലൊക്കെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്ര പൊക്കം വരില്ല. ആ മുകളിലൊക്കെ കട്ട് ചെയ്ത് പ്രൂണിങ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൽ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഇത്ര കയറേണ്ട ആവശ്യം വരില്ല. നമുക്ക് തറയുന്നതിനെ പറിക്കാം അല്ലേ? പിന്നെ ഇത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ചക്ക കംപ്ലീറ്റ് താഴത്താണ് കൂടുതൽ ഉണ്ടാവാറ്. അതെ അതെ അതെ. കൊമ്പ് മണ്ണുള്ള കൊമ്പ് മാത്രമാണ്. അതെ അതെ. രണ്ടാമത്തെ ചക്കയും കെട്ടിക്കഴിഞ്ഞല്ലേ? കെട്ടിക്കഴിഞ്ഞു. ഒന്ന് മാറാം. അതാ കിട്ടിയോ? കിട്ടി. യെസ്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ നോക്കിയിട്ട് സുരേഷ് ചേട്ടൻ്റെ നഴ്സറി ഉണ്ട്, ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റിലൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതിൻ്റെയും പ്ലാവിൻ്റെ തൈകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തരും കേട്ടോ. ചെറിയൊരു സാവകാശം മതി. അതിനുവേണ്ടിയാണ് ഇത് നിലനിർത്താൻ, ഈ വംശം നിലനിർത്താൻ വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കിട്ടിയാൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഇത് ഇത്തരത്തിലൊരു വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം. ഉടനെ തന്നെ ചേട്ടൻ നഴ്സറിയിൽ ഇതിൻ്റെ തൈകൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്.